ഇത് ദുബായിലെ വീഡിയോ ആണ്. നമ്മുടെ നാടുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യാൻ. കൂട്ടുകാരെ, രാവിലെ ചായ കുടിച്ച് മൊബൈലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേ അതിനകത്തൊരു വീഡിയോ ഉണ്ടേ. ആ വീഡിയോയ്ക്കകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. ദുബായിലെ റോഡിൻ്റെ ഒരു വിഷ്വലാണ് കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് കാണണം, കാരണം അതിനകത്ത് കുറച്ച് ഇൻഫോർമേറ്റീവായ കുറേ വീഡിയോസ് ഉണ്ട്. നമ്മുടെ നാടുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്യാൻ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കും. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തെ ദുബൈ നഗരത്തിലൂടെയുള്ള E11 എന്ന നമ്പറിൽ അറിയപ്പെടുന്ന ഈ രാജ്യത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ അനുയോജ്യമായ ഷെയ്ഖ് സയ്യിദ് റോഡിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചുവന്ന കളറിൽ ആരോ കാണിക്കുന്നതാണ് ഇവിടുത്തെ AI സ്പീഡ് ക്യാമറകൾ. വേഗപരിധി കൂടിയാൽ, സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ, ആഹാരം കഴിച്ചാൽ, മേക്കപ്പ് ചെയ്താൽ, രണ്ട് വാഹനങ്ങൾ തമ്മിൽ നിശ്ചിത അകലം പാലിച്ചില്ലെങ്കിൽ, ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതെ ലൈൻ ചേഞ്ച് ചെയ്താൽ, ഡ്രൈവ് ചെയ്യുമ്പോൾ പുകവലിച്ചാൽ, മറ്റു വാഹനങ്ങൾക്ക് അപകടമുണ്ടാക്കും വിധം ഡ്രൈവ് ചെയ്താൽ, നിശ്ചിത വേഗപരിധിയിൽ കുറഞ്ഞ വേഗത്തിൽ വാഹനമോടിച്ച് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും വിധം ഡ്രൈവ് ചെയ്താൽ, പ്രിയരെ, നിങ്ങളെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ക്യാമറകൾ നിരീക്ഷിക്കും. വയലേഷൻ ഉണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. ഈ റോഡിൻ്റെ വേഗപരിധി മണിക്കൂറിൽ 120 കിലോമീറ്ററും ദുബൈ മറീനയ്ക്ക് ശേഷം 140 കിലോമീറ്ററുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രകൃതി അസ്വസ്ഥമാണെങ്കിൽ വേഗപരിധിക്ക് വ്യത്യാസപ്പെടുത്തുകയും ചെയ്യും. മിനിറ്റുകൾക്കുള്ളിൽ 10,000-കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഈ നിരത്തുകളിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് എല്ലാ ഡ്രൈവറും വാഹനം ഓടിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നിരത്തുകളിൽ വാഹനം ഓടിക്കാൻ പ്രാപ്തരായവർക്ക് മാത്രമാണ് ഡ്രൈവിംഗ് സ്കൂളും ഗവൺമെൻറ്റും ലൈസൻസ് നൽകുന്നത്. ഈ വീഡിയോയുടെ ഇടതുഭാഗത്തായി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു ചുവന്ന ആരോ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ക്യാമറകൾ. ഈ ക്യാമറകൾ റോഡിലെ വയലേഷൻസ് എല്ലാം ഒപ്പിയെടുക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആ ക്യാമറകളിൽ ഒന്ന്. ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് ദുബൈയിൽ നിന്നും അബുദാബിയിലേക്കാണ്. ഇടത് സൈഡിൽ കാണുന്നത് മെട്രോയുടെ പാലവും മെട്രോ സ്റ്റേഷനുമാണ്. ഈ കാണുന്ന പാലം മെട്രോയിൽ നിന്നും യാത്രക്കാർക്ക് മറു സൈഡിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ക്യാമറകൾ തമ്മിലുള്ള അകലം 200 അടിയാണ്. അടുത്ത ക്യാമറ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ധാരാളം ബ്രിഡ്ജ് ഉള്ളതിനാൽ യഥേഷ്ടം നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ ഡ്രൈവിംഗ് ആസ്വദിക്കാൻ കഴിയും. ലോകത്തിലുള്ള എല്ലാ രാജ്യക്കാരും വന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. വീണ്ടും ക്യാമറ കാണാൻ കഴിയും. വലത് സൈഡിലൂടെ കടന്നു പോകുന്ന ഈ ചുവന്ന ഡിസൈനുള്ള ബസ് ഷാർജയിൽ നിന്നും അബുദാബിയിലേക്ക് പോകുന്ന പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. കൂട്ടുകാരെ, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകും, അതുകൊണ്ടാണ് സ്പീഡ് ആക്കി കാണിക്കുന്നത്. ഇപ്പോൾ ഞാൻ പോകുന്ന സ്പീഡ് 120 ആണ്. എന്തായാലും ഈ റോഡിലൂടെ ആസ്വദിച്ച് വാഹനം ഓടിക്കുന്നത് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു ഡിസ്പ്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ റോഡിൽ എന്തെങ്കിലും അപകടം നടന്നാൽ, കാലാവസ്ഥാ വ്യതിയാനമുണ്ടായാൽ, അങ്ങനെ എന്ത് ഇൻഫർമേഷനും ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും വാഹനം ഓടിക്കുന്നവർ അതുകൂടെ ശ്രദ്ധിക്കുക. ഇനിയുമാണ് നമ്മുടെ നാട്ടിലെ ഒരു ബുദ്ധിമുട്ടും വിദേശത്തെ ഒരു ബുദ്ധിമുട്ടില്ലായ്മയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്നതാണ് ദുബൈയിലെ ഒരു ടോൾ ഗേറ്റ്. ആ ടോൾ ഗേറ്റിൽ കൂടെ നമുക്ക് വരുന്ന സ്പീഡിൽ തന്നെ പോകാൻ പറ്റും. ആ ടോൾ ഗേറ്റ് നമ്മുടെ ഫാസ്റ്റാഗിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാഷ് കട്ടാവും. അതിൻ്റെ തൊട്ട് മുമ്പിൽ ക്യാമറ ഉണ്ട്. ആ ക്യാമറയിലൂടെ അവർ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കും. ഇനി ഇവിടുത്തെ സാലിക്ക് അല്ലെങ്കിൽ ഫാസ്റ്റാഗിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഫൈൻ വരും. ആ ഫൈൻ നമ്മൾ അടച്ചേ മതിയാകൂ. അങ്ങനെയുള്ള സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നാൽ നമ്മുടെ ഗതാഗതം എത്ര സുഗമമാകും. ഇവിടെ ഈ ടോൾ ഗേറ്റിൽ ഒരാൾ പോലും ജീവനക്കാരില്ല. എല്ലാം AI ക്യാമറകളാണ് ചെയ്യുന്നത്. ക്യാഷ് വാങ്ങാനോ ബാലൻസ് കൊടുക്കാനോ ബില്ലടിക്കാനോ ചോദ്യം ചെയ്യാനോ ആരും ഈ ടോൾ ഗേറ്റുകളിലില്ല. നമ്മുടെ നാട്ടിൽ എന്നായിരിക്കും ഇതുപോലൊരു സംവിധാനം ഉണ്ടാകുന്നതെന്ന് സ്വപ്നത്തിൽ കാണുകയാണ്. ഞാൻ പറഞ്ഞ ഇൻഫർമേഷൻസിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ,
എല്ലാവരും ക്ഷമിച്ചേക്കണേ. അതുപോലെ ആ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയേക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കണേ. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നതുവരെ തൽക്കാലം ബൈ.